15 രൂപയുടെ റെയിൽ നീരിന് 20 രൂപ വാങ്ങിയ കാറ്ററിംഗ് സർവീസുകാർക്ക് നൽകേണ്ടി വന്നത് 1 ലക്ഷം രൂപ പിഴ. കൂടുതലായി വാങ്ങിയ 5 രൂപ വീതം തിരിച്ചു കൊടുക്കേണ്ടിയും വന്നു. പൂജ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ അമിത നിരക്ക് ചോദിച്ചു വാങ്ങുന്ന വീഡിയോ ചിത്രം പകർത്തി ഒരു യാത്രക്കാരൻ റെയിൽവേയിൽ പരാതിപ്പെട്ടതോടെയാണ് ഇത്. സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങളുടേതിന് തുല്യമായി കേരള ബാങ്ക് വർദ്ധിപ്പിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നപ്പോഴും പിന്നീട് കേരള ബാങ്ക് ആയപ്പോഴും പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങളെക്കാൾ 0.5% പലിശ കുറവായിരുന്നു കേരള ബാങ്ക് നൽകി വന്നത്. ഡിസംബറിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വർഷം ഇറങ്ങിയ മലയാള ചലച്ചിത്രങ്ങളുടെ എണ്ണം 200-നടുത്ത്. ഇതിലൊട്ടുമിക്കതും പൊട്ടിയത് 7-8 നിലയിൽ. 100 കോടി ക്ലബിലെത്തിയ ചിത്രങ്ങൾ 5. ജൂണിന് ശേഷം ഈ ഗണത്തിൽ ഒറ്റ ചിത്രമില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലത്തിൽ കളിക്കാർക്കായി ഫ്രാഞ്ചൈസികൾ വാരിയെറിയുന്നത് കോടികൾ. ആദ്യ ദിന ലേലത്തിൽ താരമായത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ്. IPLന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് 27 കോടി രൂപയ്ക്കാണ് ഋഷഭിനെ ലക്നോ സൂപ്പർ ജയന്റ് ഒപ്പം കൂട്ടിയത്. മഹാരാഷ്ട്രയിൽ വലിയ കക്ഷി എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഇത്തവണ ശിവസേനയിൽ നിന്ന് BJPക്ക്. ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രിയാകും. ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും ഡെപ്യൂട്ടി മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവേശത്തിൽ തുടർച്ചയായ 2ാം ദിവസവും ഓഹരി വിപണിയിൽ കുതിപ്പ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.